നമ്മുടെ മലയാള നടൻ ജയറാം ചേട്ടൻ പുതിയ സിനിമ റിലീസ് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രൊമോഷന്റെ വീഡിയോസിൽ കുറെ വൈറലായ ക്ലിപ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു വീഡിയോ ഞാനിപ്പോ പ്ലേ ചെയ്യാം. ഇത് ഈരാറ്റുപേട്ട അയ്യപ്പനല്ലേ? നാടൻ ആനയുടെ ഭംഗി ഇത്ര ഭംഗിയുള്ള ആന വേറെ ഉണ്ടോ? ഇത് ഒരുപാട് മുമ്പുള്ള ഫോട്ടോ ആണ്. ഇന്ദ്രസിനൊക്കെ കൊമ്പ് വലിപ്പം വന്നിട്ട് ഭയങ്കര കൊമ്പ് നോക്കിയാണ് കേട്ടോ, കാരണം ഞങ്ങൾക്ക് ഇപ്പൊ കൊമ്പ് നല്ല വലിപ്പമായി കഴിഞ്ഞ ആനയ്ക്ക്. 26 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കണ്ണൻ, ജയറാം കണ്ണൻ. അല്ല, നടക്കുന്നിരുത്തിയിട്ടില്ല, എന്റെ കൂടെ തന്നെയായിരുന്നില്ലേ? ആന ചെരിഞ്ഞു ഇപ്പില്ല. ഓക്കെ, വീഡിയോ കണ്ടല്ലോ. അതുപോലെ തന്നെ എന്നെ സ്ട്രൈക്ക് ചെയ്ത മറ്റൊരു വീഡിയോ ആണ് അദ്ദേഹത്തിന്റെ ട്രോളർമാരെ എടുത്തിട്ട് അലക്കിയ ഒരു വീഡിയോ ആണ്. അതും ഇപ്പൊ ഒന്ന് പ്ലേ ചെയ്യാം. Just a very big initiative, and he has just started just 2 months. I mean, his 2 months is left for the Pongal. So how do you feel about this event, sir? Totally. அதுதான் சார் எனக்கு what I can say, I think my son can say little more about this for you. കണ്ണൻ കളി ഇവർക്ക് സ്പെയിനിൽ ഞാൻ കണ്ടതാണ്. അത് ഒരു കുഴക്കനമാണ് കൊല്ലുന്നത്. ഇത് മാടിന് ദൈവം. No, first of all, before talking about the Jallikattu, first of all let me talk about Suresh Chetan because ഇപ്പൊ ഈ വീഡിയോ രണ്ടും എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഒന്ന് പോസിറ്റീവായിട്ടും ഒന്ന് നെഗറ്റീവായിട്ടും. പറയാൻ കാരണം വെച്ചാല് ഈ ആനകളുടെ ഇതുപോലെ ഡീറ്റെയിൽസ് ചിലപ്പോൾ ചില ആനപ്രേമികൾക്കോ അതുപോലെ ആനയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ കേരളത്തിലുള്ള എത്ര നടന്മാർക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആനകളുടെ വെയിറ്റും ലെങ്ത്തും വിഡ്ത്തും അതിന്റെ ഏത് അമ്പലത്തിലാണെന്നും അതിപ്പോ എവിടെയാണെന്നും ഒക്കെ കൃത്യമായിട്ട് പറയാൻ കഴിയുമെന്ന് അറിയത്തില്ല. അതുപോലെ ഇത്ര മണിക്കൂർ ഒറ്റയടിക്ക് നിൽപ്പെ ചെണ്ട കൊട്ടുന്നതും അതുപോലെ പണ്ട് പുരാതനമായുള്ള ഓരോ അമ്പലങ്ങളുടെ ഐതിഹ്യവും പുരാണങ്ങളും ഒക്കെ പറയാൻ പറ്റുന്ന എത്ര മലയാള നടന്മാര് നമ്മുടെ കേരളത്തിലുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഞാൻ കാണിച്ച രണ്ടാമത്തെ വീഡിയോ പഴയ വീഡിയോ ആണെങ്കിലും അദ്ദേഹം ഇംഗ്ലീഷ് അറിയാവുന്നത് വെച്ച് മണ്ടത്തരം പറഞ്ഞിട്ടില്ല. ഓരോരുത്തര് അറിയാവുന്ന തട്ടുമുട്ട് വെച്ച് മണ്ടത്തരം പറയുമ്പോൾ നമുക്ക് അവരെ ട്രോള് ചെയ്താൽ ഓക്കെ, കാണുമ്പോൾ ഒരു ഇതുണ്ട്. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തേ? എനിക്കറിയത്തില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, പകരം എന്റെ മകൻ എക്സ്പ്ലെയിൻ ചെയ്യുമെന്നും പറഞ്ഞ് നല്ല ധൈര്യത്തോടെ തന്നെ കാളിദാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്റെ മകൻ അത് വ്യക്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹത്തിനെ ട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം നമുക്ക് എല്ലാം അറിയണമെന്നില്ല. ഇത് നമ്മുടെ മലയാള സിനിമയിൽ മാത്രമല്ല, പൊതുസമൂഹത്തിലും നമ്മുടെ കൂട്ടുകാരിൽ ഉൾപ്പെടെ ആയാലും അല്ലെങ്കിൽ കൊളീഗ്സിനെ ആയാലും ഫാമിലീസിലായാലും ഒരാളുടെ നെഗറ്റീവ് മാത്രം കണ്ടുപിടിച്ചിട്ട് അവരെ എങ്ങനെയായാലും നമ്മളങ്ങ് കളിയാക്കി ഒന്ന് ചവിട്ടി താക്കുക. പക്ഷെ ആ സമയത്ത് അവർക്കുണ്ടാവുന്ന ഫീല് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ 2024 എത്തിയിട്ടുള്ളത്. ആളുകളുടെ പോസിറ്റീവ് മാത്രം നമ്മൾ എൻകറേജ് ചെയ്യുക. അതിപ്പോ സോഷ്യൽ മീഡിയയിലായാലും അല്ല കമന്റിലൂടെ ആയാലും ഒക്കെ. നെഗറ്റീവ് കണ്ടെത്തി നമ്മൾ ഒരാളെ ഹരാസ് ചെയ്യും. നമുക്കും ഉണ്ട് ഒരുപാട് നെഗറ്റീവുകളും ഒരുപാട് പോരായ്മകളും ഒക്കെ. അപ്പൊ നമ്മളെ ഒരാൾ എപ്പോഴും അതിലെ ഒരു സമൂഹം എപ്പോഴും നമ്മുടെ പോരായ്മകൾ മാത്രം സ്ട്രൈക്ക് ചെയ്തിട്ട് നമ്മളെ മാത്രം ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വിഷമം നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ പറഞ്ഞ പോലെ 2024 നമുക്ക് പൊളിക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.